ആം ലക്ഷ്മി ഹിയർ. ഇന്നൊരു ഫിലിം റിവ്യൂ ആണ് കേട്ടോ. നമ്മുടെ തളപതി വിജയിയുടെ ഗോട്ട് എന്ന മൂവി ഞാൻ കണ്ടു. അത് ഫസ്റ്റ് ഷോ തന്നെ ഞാൻ കണ്ടായിരുന്നു ഖത്തറിൽ. പക്ഷേ അത് 2 ദിവസം കഴിയട്ടെ അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്നൊക്കെ കരുതി, റിവ്യൂ അല്ല എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, പറയാമെന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മൂവി ഒരു ആവറേജ് മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു വിജയ് ഫാൻ കൂടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോയത്. ഒരു ആവറേജ് മൂവി എന്ന് എനിക്ക് തോന്നി. ഒരുപാട് കാര്യങ്ങൾ കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ആ ഫിലിമിൽ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ വിനിയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ആവറേജിൽ അങ്ങ് ഒതുക്കി കളഞ്ഞതുപോലെ തോന്നി. പിന്നെ യുവൻ ശങ്കറാണ് അതിൻ്റെ മ്യൂസിക്കൊക്കെ, അദ്ദേഹത്തിനും എവിടെയൊക്കെയോ എന്തൊക്കെയോ പറ്റിപ്പോയി. അതുകൊണ്ട് അതും ഒന്നും സോങ്സ് ഒന്നും അത്ര പറയത്തക്ക രീതിയിലുള്ള അവസരോചിതമായിട്ട് സോങ്ങുകളെല്ലാം അതിനകത്ത് ഇത് ഉൾപ്പെടുത്തിയതുപോലെ തോന്നി. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ വിജയ് തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്ക് പിന്നെ എന്താണ്, അദ്ദേഹം പക്ക നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും വളരെ നല്ലതായിട്ട്, അതായത് ഒരു 2 വിജയ് 3 വിജയൊക്കെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ എനിക്കതിലൊരു വിജയ്, അതായത് നമ്മൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് വരുന്നൊരു വിജയ്, അതെനിക്ക് ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡയറക്ഷനൊക്കെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. പക്ഷേ അത് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു BGM കൊടുത്തതിന് നന്നാക്കാൻ പറ്റിയ ഒരുപാട് സീനുകൾ ആ ഫിലിമിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു സാധാരണ രീതിയിൽ ആവശ്യമില്ലാത്ത കുറേ കോമഡികളും അതൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പം പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് പോവുക, പിന്നെ എന്താണ് കറിവേപ്പില വാങ്ങിച്ചുകൊണ്ട് പോവുക, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയൊക്കെ ഒരു ചീപ്പ് കോമഡി പോലെ തോന്നി ചില കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഒത്തിരി പഴയ ആൾക്കാരെ ഈ ഫിലിമിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലൈല, നമ്മുടെ സ്നേഹയൊക്കെ എന്താ രസം കേട്ടോ. അവർക്കൊക്കെ ഇപ്പോഴും അഭിനയിക്കാം. അത്ര നല്ല അവരുടെ ഭംഗി കൊണ്ടാണെങ്കിലും ടാലൻറ്റ് കൊണ്ടാണെങ്കിലും ഷീ ഈസ് വെരി ഗുഡ്. അപ്പോൾ അവർ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത്, പ്രഭുദേവ, പിന്നെ അജ്മൽ, അങ്ങനെ ഒരുപാട് പേര്, പിന്നെ നമ്മുടെ കോമഡി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് പഴയ ആൾക്കാരെയൊക്കെ ഇതിനകത്ത്. എന്നിട്ട് പോലും കുറച്ചുകൂടി ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഫിലിമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു ഇവരെയൊക്കെ വെച്ചിട്ട്. ആ ഒരു ടീം, പിന്നെ അതിൻ്റെ ഒരു ഡാൻസ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള അതൊക്കെ പക്കയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മുടെ വിജയുടെ ഡാൻസൊക്കെ സൂപ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. ഇനി നിങ്ങളൊരു വിജയ് ഫാൻ അല്ല, നിങ്ങളത് ഇതിൻ്റെ ഒരു ഹൈപ്പൊക്കെ കൊണ്ട് കാണാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആവശ്യം നമുക്ക് വിജയ്, ഞാൻ പറഞ്ഞില്ലേ, വിജയ് ഫാൻ ആണെങ്കിൽ നമുക്കൊന്ന് തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ ഒരു 1 ടൈം വാച്ചബിൾ മൂവി, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും അതിൻ്റെ ഡയറക്ടറിന് നമ്മളിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ ഒരു വീഴ്ചയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വിജയ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളത്, അദ്ദേഹത്തിന് ലാസ്റ്റ് ഫിലിമൊക്കെ ആയി വരുമല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി. പിന്നെ പോക്കായിരുന്നു പാട്ടൊക്കെ. ഒരു രസമല്ല, യുവൻ ശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷിച്ചു, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോട്ട് മൂവിയുടെ എൻ്റെ റിവ്യൂ. താങ്ക് യു.